morning dear students, welcome to another online session. നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലെ പകുതിയാക്കി വെച്ച ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് ഇന്ന് നമുക്ക് ആദ്യം തുടങ്ങേണ്ടത്. മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു നിർത്തിയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. നമുക്കിനി സമയം കളയാനില്ല, ബോർഡിലേക്ക് പോകാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് കുട്ടികൾ +2 പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് P&L അക്കൗണ്ടിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് ഇതിലേക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് പതിവ് പോലെ ബൈ P&L അക്കൗണ്ട് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ എന്ന് കൊടുക്കാം. എന്നിട്ട് നേരത്തെ കിട്ടിയ എമൗണ്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നേരത്തെ നമുക്ക് കിട്ടിയത് 28,675 ആണ്. 28,675 ഇതാണ് നേരത്തെ കിട്ടിയത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബിസിനസ്സിൽ നിന്ന് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ എക്സ്പെൻസ് ആയിട്ട് ഇവിടെ കൊടുക്കുക. പാർട്ട്നേഴ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് കിട്ടാനുള്ളതൊക്കെ ഇവിടെ എഴുതാം. എന്നിട്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എവിടേക്ക് ഡിവൈഡ് ചെയ്യുക, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. പ്രോഫിറ്റ് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, അപ്രോപ്രിയേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അക്കൗണ്ട് വരയ്ക്കുന്നത്. ഇതിൽ നിന്നാണ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവർക്ക് കൊടുക്കാനുള്ള കമ്മീഷൻ, സാലറി, ഇതൊക്കെ എക്സ്പെൻസ് ആണ്. അതൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ച എക്സ്പെൻസ് ആണ്. അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പോലുള്ള ഐറ്റംസ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യാം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് പ്രോഫിറ്റ് വന്നാലും ശരി ലോസ് വന്നാലും ശരി അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അത് അവരവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബേസ്, ഇത് ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സാലറി, കമ്മീഷൻ പോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസും വായിച്ച് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറയുന്നുണ്ടോ നോക്കുക, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ ഗുഡ്സ് വർത്ത് ₹6,000 ടേക്കൺ ആസ് ശ്യാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ്. വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും കാണാനില്ല. ആദ്യത്തെ തുടക്കത്തിൽ പറയുന്നുണ്ട് എന്താണ്, ഇവരെ 3/4 1/4 ആയിട്ടാണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സുന്ദർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹400 പെർ മന്ത്. 400 രൂപ മാസം പ്രൊവൈഡ് ചെയ്യണം സാലറി ആയിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് എഴുതാം ടു ആർക്കാണ്, ടു സാലറി സുന്ദറിനാണ്. സാലറി സുന്ദർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, 400 × 12. ഇതും ഒന്ന് ശ്രദ്ധിക്കണം. 400 പെർ മന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 400 രൂപ മാസം എന്ന് പറയുമ്പോൾ ഒരു കൊല്ലത്തേക്ക് 4,800 രൂപ വരും. അപ്പോൾ ഇത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ചെയ്യണ്ടൂ, അല്ലെങ്കിൽ വേണ്ട. അതുകൊണ്ടാണ് P&L അപ്രോപ്രിയേഷനിൽ ഇത് ചെയ്യുന്നത്. തൊട്ടടുത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്താണ്, ദാറ്റ് ഈച്ച് പാർട്ട്ണർ ഷുഡ് റിസീവ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലല്ല പറഞ്ഞിട്ടുള്ളത്, തുടക്കത്തിലാണ്. ദാറ്റ് ഈച്ച് പാർട്ട്ണർ ഷുഡ് റിസീവ് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. ഓരോ പാർട്ട്ണർക്കും 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആദ്യം ശ്യാം.
ശ്യാമിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? ശ്യാമിൻ്റെ ക്യാപിറ്റൽ 1 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുള്ളത് 5% ആണ്, 5%. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10,000 ആണ്. 5% എന്ന് പറഞ്ഞാൽ 5,000 ആണ്. ഇനി സുന്ദറിൻ്റെ ക്യാപിറ്റൽ 50,000 ആണ്. 50,000 പകുതിയാണ്. 50,000 ഇൻറ്റു 5/100 2,500. അപ്പോൾ 7,500 ഇതാണ് കൊടുക്കാനുള്ളത്. ഇനി വേറൊന്നും എഴുതാനില്ല. അപ്പോൾ വേറെ ഇൻകം ഒന്നും കിട്ടാനില്ല. അപ്പോൾ അവിടെ ഒന്നും എഴുതാനില്ല. വേറെ എക്സ്പെൻസ് ചിലപ്പോൾ കമ്മീഷനൊക്കെ വരാറുണ്ട്, അതില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2-3 ലൈൻ ഇറക്കി എഴുതണം. ഇറക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ. കാരണം ഇതിൻ്റെ ലാഭമായാലും നഷ്ടമായാലും, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണ്. ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്യണം. അവരുടെ ക്യാപിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ടോട്ടലി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ 28,675 ഡബിൾ ലൈൻ ചെയ്യാം. ഇവിടെയും അതന്നെ 28,675 ഡബിൾ ലൈൻ. ഇനി ബാലൻസ് ചെയ്ത് ഇവിടെ പ്രോഫിറ്റ് അവിടെ കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് വരുമ്പോൾ ഇവിടെ 16,375 16,375 ഇതാണ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ഇങ്ങനെ എഴുതിയാൽ പോരാ. ഇത് ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം? ഈ ശ്യാമിൻ്റെയും സുന്ദറിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. പക്ഷേ ഇവിടെ അത് കറണ്ട് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് അക്കൗണ്ട് ഉള്ള ഒരു അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ കറണ്ട് അക്കൗണ്ടിലാണ് ചെയ്യേണ്ടത്. അതായത് 2 സിസ്റ്റം ഉണ്ട് ക്യാപിറ്റൽ മെയിൻ്റനൻസിൽ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ഒന്ന് ഫിക്സഡ് മെത്തേഡും മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നടത്തുക. ഫിക്സഡ് മെത്തേഡിൽ ക്യാപിറ്റൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കണ്ട ഈ ശ്യാമിൻ്റെ ക്യാപിറ്റൽ 1 lakh തന്നെ ആയിരിക്കും എപ്പോഴും, ഒരു അഡീഷണൽ ക്യാപിറ്റൽ വരുന്നത് വരെ. അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് മെത്തേഡ്. അതുകൊണ്ട് ഫിക്സഡ് മെത്തേഡാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫിക്സഡ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് അക്കൗണ്ടിലേക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടത്തേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ടു കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ശ്യാമിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നോക്കുക. 3/4 1/4 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ശ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ 16,375 3/4 മുക്കാൽ ഭാഗം. ഇനി സുന്ദറിൻ്റെയും അതുപോലെ തന്നെ 16,375 കാൽ ഭാഗം. ഇത് എത്രയാണെന്ന് കണ്ട് കുറച്ചാലും മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ റിസൾട്ട് 12,281 12,281. രണ്ടാമത്തെ റിസൾട്ട് 4,094. രണ്ടും കൂടി കൂട്ടിയാൽ ഇത് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇത് കറണ്ട് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കറണ്ട് അക്കൗണ്ടിലേക്ക് പോകാനുള്ള കാര്യം ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് പറഞ്ഞാണ്. ഇപ്പോൾ ഒന്നുകൂടി പറയുന്നു. 2 രീതിയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഒന്ന് ഫിക്സഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും. ഫിക്സഡ് മെത്തേഡിലാണെങ്കിൽ 2 അക്കൗണ്ടുകൾ ഉണ്ടാവും. ഒന്ന് കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് ഫിക്സഡ് ആയിരിക്കും. അഡീഷൻസ് വന്നാൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ്. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫിക്സഡ് മെത്തേഡാണെങ്കിൽ 2 അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും ഒന്ന് കറണ്ട് അക്കൗണ്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല.
കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം, ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ഇതിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് വരച്ചിട്ടുള്ളത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ വരച്ച് വെച്ചിട്ടുള്ള ശ്രദ്ധിക്കുക, രണ്ടായിട്ടാണ് വരച്ച് വെച്ചിട്ടുള്ളത്. അതായത് ഇത് ഫിക്സഡ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഫിക്സഡ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം ക്യാപിറ്റലിനോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. ക്യാപിറ്റലിനോട് കൂടിയിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓരോ വർഷത്തെയും നെറ്റ് പ്രോഫിറ്റിൻ്റെ ഷെയർ, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഷെയർ ആഡ് ചെയ്ത് പോവും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്ത് പോവും. സാലറി ഉണ്ടെങ്കിൽ സാലറി ആഡ് ചെയ്ത് പോവും. കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ ആഡ് ചെയ്ത് പോവും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെയിൻ്റനൻസിൽ അല്ലെങ്കിൽ ഫിക്സഡ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ എപ്പോഴും ഫിക്സഡ് ആവണം. അതായത് അതിൽ മാറ്റം വരണമെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ക്യാപിറ്റലിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തമ്മിൽ വ്യത്യാസം വരാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ലൈക്ക് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെയുള്ള ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഇതെങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വേറെ കറണ്ട് അക്കൗണ്ട് വേറെ തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കേണ്ട കാര്യമില്ല, കറണ്ട് അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. എങ്കിലും ഞാൻ കുട്ടികൾക്ക് ഈ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് +2 ഓൾറെഡി എല്ലാ മെത്തേഡും കുട്ടികൾ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് വരണേന്ന് നോക്കാം നമുക്ക്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാധാരണ ചെയ്യുന്നത് തന്നെയാണ്, ബാലൻസ് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ശ്യാമിൻ്റെ ക്യാപിറ്റൽ 1 ലക്ഷവും സുന്ദറിൻ്റെ 50,000 ആണ്. ലക്ഷം എഴുതുക, 50,000. ഇനി ആ അക്കൗണ്ടിലേക്ക് വരുന്ന എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിലേ വരുള്ളൂ. അതല്ലാതെ വേറെ ഒരു കാര്യവും എവിടേക്ക് വരില്ല, ആ അക്കൗണ്ടിലേക്ക് നമുക്ക് എഴുതേണ്ടതില്ല. മറ്റൊരു കാര്യം തന്നെ അവിടേക്ക് വരുന്നതല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബാലൻസ് ചെയ്യാം. ഇത് കഴിഞ്ഞു, ഇനി വേറെ ഒന്നും എഴുതാനില്ല. അതന്നെ പുറത്തേക്ക് എടുത്ത് എഴുതാം. എഴുതി ബാലൻസ് ക്യാരി ഡൗൺ. ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബാലൻസ് ബ്രോഡ് ഡൗൺ. ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ടൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഒരു നെക്സ്റ്റ് ഇയറിലേക്ക് ബാലൻസ് ബ്രോഡ് ചെയ്തിട്ട് വേണം അവസാനിപ്പിക്കാൻ. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കറണ്ട് അക്കൗണ്ടിലേക്ക് വരാം. കറണ്ട് അക്കൗണ്ടിലും ഇതുപോലെ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. കറണ്ട് അക്കൗണ്ട് ആസ് യൂഷ്വൽ ഏതുപോലെ തന്നെയാണ്. നമ്മുടെ ബാലൻസ് തന്നിട്ടുള്ള ബാലൻസ് നോക്കുക. കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ശ്യാമിൻ്റെയും സുന്ദറിൻ്റെയും കോളങ്ങളിൽ നമുക്ക് തന്നിട്ടുള്ള 8,000-ഉം 2,000-ഉം ആണ് അടുത്ത് എഴുതുക. ഇനി കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിവിടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പാർട്ട്നേഴ്സിന് കിട്ടേണ്ടതെല്ലാം ക്രെഡിറ്റ് ചെയ്യുക. പാർട്ട്നേഴ്സിന് കിട്ടേണ്ട ഇൻകംസ് ഒക്കെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അതായത് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, അങ്ങനെയുള്ള എന്തൊക്കെ ഐറ്റംസ് ആണോ പാർട്ട്നേഴ്സിന് സ്ഥാപനത്തിൽ നിന്ന് കിട്ടേണ്ടത് അതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി സ്ഥാപനം എന്താണ് ഇവർക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് ഇവർ കൊടുക്കേണ്ടത്,
പാർട്ട്നേഴ്സ് സ്ഥാപനത്തിലേക്ക് കൊടുക്കേണ്ടതൊക്കെ എന്ത് ചെയ്യുക, അത് ഡെബിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡ്രോയിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടി പറയാം, പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പോസ്റ്റിംഗ് പോലെ തന്നെയാണ്. പാർട്ട്നേഴ്സിന് കിട്ടേണ്ടുന്ന, ബിസിനസ്സിൽ നിന്ന് കിട്ടേണ്ടുന്ന എല്ലാം തന്നെ, ലഭിക്കേണ്ടുന്ന എല്ലാം തന്നെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെയുള്ള ഐറ്റംസ്. അതുപോലെ സ്ഥാപനത്തിന് കൊടുക്കേണ്ടതൊക്കെ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ സ്ഥാപനത്തിന് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യുക. ഇതാണ് സാധാരണ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 ആളുകൾക്കുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ ബോർഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനില്ല, അത് നിങ്ങളുടെ ബുക്കിൽ എഴുതി ചെയ്യുമ്പോൾ അത് കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതാണ്, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതാണ്, 5,000 ആൻഡ് 2,500. അപ്പോൾ ഇത് ഇങ്കാണ് ആർക്ക്, പാർട്ട്നേഴ്സിന് 5,000 ശ്യാമനും, അതുപോലെ തന്നെ അതിൻ്റെ പകുതി 2,500 സുന്ദറിനാണ്. ഇനി ഒരാൾക്ക് സാലറി ഉണ്ട്. സാലറി ആർക്കാണ്, സുന്ദറിനാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 4,800 സാലറി എന്ന് മാത്രം എഴുതിയാൽ മതി. സുന്ദറിൻ്റെ കോളത്തിൽ ആ എമൗണ്ട് എഴുതുക, 4,800. ഇനി വേറെ എന്തെങ്കിലും ഇവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ എഴുതണം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ബാലൻസ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് അതായത് 3/4 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, ആ എമൗണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,281. 12,281. അടുത്ത സുന്ദറിൻ്റെ കോളത്തിൽ 4,094. 4,094. ഓക്കെ, ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കും ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് സ്ഥാപനത്തിന് കൊടുക്കാനുള്ള പൈസയാണ്. ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഡ്രോയിങ്സ് 7,500, 7,500, ദെൻ 15,000, 15,000. ഇനി വേറൊന്നുമില്ല. അപ്പോൾ ഓരോ സൈഡിൽ നിന്നും ഏറ്റവും താഴെ എഴുതിയ ഐറ്റം എവിടെയും നോക്കുക, അവിടെ നിന്ന് 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. അതുതന്നെയാണ് ഇപ്പുറത്തേക്കും ഈക്വലായിട്ട് വരയ്ക്കുക. എന്നിട്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ശ്യാമിന് ഇവിടെയാണ് വരിക. ബാലൻസ് കറക്റ്റായിട്ട് ഡെബിറ്റിലാണ് ബാലൻസ് വരുന്നത്. നോക്കാം നമുക്ക്. അവിടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 25,281. ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. ബാലൻസിങ് ഫിഗർ 17,781. 17,781. അവിടെ എന്ത് ചെയ്യാം, ബാലൻസ് ക്യാരിഡ് ആവും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെയാണ് കുറവ്, ഇവിടെ കൂടുതൽ. അതുകൊണ്ടാണ് സുന്ദറിൻ്റെ കേസിൽ. അപ്പോൾ സുന്ദറിൻ്റെ കേസിൽ തിരിച്ചാണ് നമുക്ക് ബാലൻസിങ് ഫിഗർ വരിക. ഇവിടെ എഴുതാം, ഇവിടെ 15,000 എഴുതാം. കാരണം എന്താ വെച്ചാൽ സുന്ദറിനെ കിട്ടാനുള്ളതിനേക്കാൾ കൂടുതലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെയാണ് സുന്ദറിന്, അവിടെയാണ് ബാലൻസ് വരിക. 1,606. 1,606 രൂപ ബാലൻസ് ക്യാരിഡ് ആവും. ഇനി എന്ത് ചെയ്യണം, ഇത് അടുത്ത വർഷത്തേക്ക് കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാലൻസ് ഇങ്ങോട്ട് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് 17,781. ആ ബാലൻസ് ഇപ്പുറത്തേക്ക് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് 1,606. അപ്പോൾ അടുത്ത വർഷത്തെ അക്കൗണ്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇവിടെ നമ്മൾ 2 ബാലൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി. അടുത്ത ബാലൻസ് വരുന്ന സമയത്ത് ഒരാൾക്ക്
കറക്റ്റ് ക്രെഡിറ്റ് ബാലൻസും മറ്റാൾക്ക് ഡെബിറ്റ് ബാലൻസും ആയിട്ടാണ് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരിക. അപ്പോൾ ഇതിൽ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സംശയമുള്ളവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. പാർട്ട്നേഴ്സിന് ബിസിനസ്സിൽ നിന്ന് ലഭിക്കാനുള്ളതെല്ലാം ക്രെഡിറ്റ് ചെയ്യുക, പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് കൊടുക്കാനുള്ളതൊക്കെ ഡെബിറ്റ് ചെയ്യുക. അത്ര മാത്രമേ വേണ്ടൂ. ബാലൻസ് നമ്മൾ എവിടെയാണ് ബാലൻസ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബാലൻസ് ചെയ്യുക, അത്രേ വേണ്ടൂ. ഒരു മുൻകൂട്ടി കണ്ടതിന് ശേഷം ഇവിടെ ബാലൻസ് വരുള്ളൂ എന്ന് വിചാരിച്ച് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോന്നും ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കാരണം ഇവിടെ 15,000 ഇവിടെ ചെറിയ എമൗണ്ടുകളാണ് വന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് തോന്നാൻ കാരണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റഫായിട്ട് ബാലൻസ് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോകാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് വർക്ക് ചെയ്യാം. ശ്യാം സുന്ദറിൻ്റെ ഇപ്പോൾ ശ്യാം സുന്ദറിൻ്റെ ബാലൻസ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി ബേസിലല്ല, ഓപ്പോസിറ്റ് ബേസിലാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പിൻ്റെ ബാലൻസ് ഷീറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു മാറ്റമുള്ളത് പാർട്ട്നേഴ്സ് ഉണ്ട്. നേരത്തെ സിംഗിൾ ക്യാപിറ്റൽ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 2 പേരുടെ ക്യാപിറ്റലും കറണ്ട് അക്കൗണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് അക്കൗണ്ട് വേറെ ക്യാപിറ്റൽ അക്കൗണ്ട് വേറെ ഒക്കെ എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ലയബിലിറ്റി സൈഡ് തന്നെ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഫിക്സഡ്, മനസ്സിലായോ? അത് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഫിക്സഡ് എന്ന് എഴുതുന്നതിൻ്റെ കാരണം 2 പേരുടെയും ഫിക്സഡ് മെത്തേഡിൽ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 1 lakh, ശ്യാമിൻ്റെ 1 lakh, സുന്ദറിൻ്റെ 50,000. 1 lakh, 50,000 ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി കറണ്ട് അക്കൗണ്ടാണ്. കറണ്ട് അക്കൗണ്ട് നമുക്ക് ആദ്യം ശ്യാമിൻ്റെ കറണ്ട് അക്കൗണ്ട് എടുക്കുന്നു. അപ്പോൾ അതിലാദ്യം തന്നെ നമുക്ക് എഴുതാം അദ്ദേഹത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ എമൗണ്ട് 8,000. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ, സാധാരണ ഒരു സോൾ ട്രേഡർഷിപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഷെയർ ആഡ് ചെയ്തിട്ട് കാണിക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് കുറയ്ക്കുക. ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ശ്യാം എഴുതി, ആഡ് നെറ്റ് പ്രോഫിറ്റ് 3/4 എന്ന് എഴുതേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. 12,281. 12,281. ദെൻ വീണ്ടും ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് ശ്യാമിന്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 ആണ്, 5,000. One, 8, 2, 25,281 less drawings. ഡ്രോയിങ്സ് ശ്യാമിൻ്റെ 7,500, 7,500 ലെസ് ചെയ്യുക. കിട്ടുന്ന എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. 17,781. ഇനി ഇതേപോലെ തന്നെ സുന്ദറിൻ്റെ എമൗണ്ട് 2,000 ആണെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കാം നമുക്ക്. അതെ, 2,000 തന്നെ. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അയാൾക്ക് അദ്ദേഹത്തിന് കിട്ടാനുള്ളതൊക്കെ എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500 ആണ്.
2500. ദെൻ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ ഷെയർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നെറ്റ് പ്രോഫിറ്റ് ഷെയർ 4094, 4094. ദെൻ ഇദ്ദേഹത്തിന് സുന്ദറിനൊരു സാലറി കൂടി ഉണ്ട്, അതുകൂടി ആഡ് ചെയ്യാം. അതായത് ബിസിനസ്സിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ ആഡ് ചെയ്യാം. 4800. 13,394 ലെസ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് 15,000 ആണ്, 15,000 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. എത്രയാണ്? 1606. എന്നിട്ട് ഇവിടെ എഴുതാം ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് ടു കോൺട്രാ. അതായത് കോൺട്രാ അടുത്ത സൈഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡബിൾ സൈഡിൽ കാണിക്കുമ്പോഴാണ് കോൺട്രാ എന്ന് പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിവിടെ എഴുതാനുള്ള മറ്റ് ലയബിലിറ്റി. അപ്പോൾ ഇത് നമുക്കിവിടെ എഴുതാൻ പറ്റില്ല, ഇത് ഇപ്പുറത്ത് എഴുതേണ്ടതാണ്. അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നു, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും വരുന്നു. പക്ഷേ ഇത് എമൗണ്ടിൽ ഇവിടെ കാണിക്കില്ല. പക്ഷെ അതുകൊണ്ടാണ് അതിനെ ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു മെത്തേഡിൽ ഇത് മുഴുവനായിട്ട് ഡെബിറ്റ് ബാലൻസ് വരുമെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ഇത് മുഴുവനായിട്ട് അപ്പുറത്തേക്ക് എഴുതിയോണ്ട് കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റില്ല. ഡെബിറ്റ് ബാലൻസ്, കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടി വരും. ഇനി നമുക്ക് സാധാരണ എടുത്ത് എഴുതാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് എഴുതാം. ലോൺ എഴുതാം. ലോൺ അറ്റ് 10%, 10,000 ആണ്. അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് 18,100 ആണ്. 18,100. ബിൽസ് പേയബിൾ, 39,000. ഇനി ഔട്ട്സ്റ്റാൻഡിങ് രണ്ടായിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോണും ലോൺ ആൻഡ്, ഞാൻ രണ്ടായിട്ടും ആൻഡ് ഇട്ട് എഴുതേണ്ട സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് റെൻറ്റ്. എന്നിട്ട് ഇന്നർ കോളത്തിൽ എഴുതുന്നുണ്ട് 500 + 100, 600 വരുന്നത്. അപ്പോൾ ലയബിലിറ്റി സൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ സ്പേസ് കുറവാണ്, മിക്കവാറും നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് എഴുതേണ്ടി വരും. അസറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡ് ഇങ്ങനെ ഒതുക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അസറ്റ് സൈഡ് നമുക്ക് ഒതുക്കി എഴുതി നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ പറയുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ചെറിയ ഐറ്റായിട്ട് എഴുതുന്ന കാരണം കൊണ്ട് ആണ് ഐറ്റംസ് ഉറക്കെ പറഞ്ഞ് എഴുതുന്നത് കേട്ടോ. ഇനി നമുക്ക് അസറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ലിക്വിഡിറ്റി ബേസ് അല്ല, ക്യാഷ് ഇൻ ഹാൻഡ് അല്ല ആദ്യം എഴുതുന്നത്. ഏറ്റവും ഹൈലി ലിക്വിഡ് അല്ലാത്ത ഐറ്റംസ്, ഫിക്സഡ് ആയിട്ടുള്ള ഐറ്റമാണ് ആദ്യം എഴുതുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് 45 ആണ്. ദെൻ അതിൽ അഡീഷൻ ഉണ്ട്, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്ത് അഡീഷൻ എന്നൊക്കെ എഴുതാം, പക്ഷെ അത് വേണ്ട. ഇതെന്തായാലും അസറ്റ് സൈഡ് 2 പ്രാവശ്യം എഴുതേണ്ടി വരും, മാച്ച് എഴുതേണ്ടി വരും. ഏഡ് അഡീഷൻ, അതായത് അഡീഷണലായിട്ട് ഈ വർഷം വാങ്ങിയതാണ് ഏഡ് അഡീഷൻ എന്ന് പറയുന്നത്. അത് 5,000 ആണ്. അങ്ങനെ ടോട്ടല് 50,000-ൻ്റെ ലാൻഡാണുള്ളത്. ഇനി അതിൽ നിന്ന് ലെസ്
ലെസ് ഡിപ്രീസിയേഷൻ. നമുക്ക് ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ള 4750 ആണ്. 4750 കുറയ്ക്കുമ്പോൾ നമുക്ക് 45,250 വരും. $45,280. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കഴിഞ്ഞാൽ അടുത്ത ഫിക്സഡ് ആയിട്ടുള്ള ഐറ്റം എന്താണ്? മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 50,000 ആണ്. 50,000 ലെസ് ഡിപ്രീസിയേഷൻ. 7,500. 7,500. അപ്പോൾ 42,500 മെഷീനറിയുടെ. അടുത്ത മോട്ടോർ വാനാണ്. മോട്ടോർ വാൻ്റെ എമൗണ്ട് 20,000 ആണ്. ഡിപ്രീസിയേഷൻ 4,000. ലെസ് ഡിപ്രീസിയേഷൻ 4,000. അപ്പോൾ 16,000. മോട്ടോർ വാൻ കഴിഞ്ഞാൽ അടുത്തത് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്. തൽക്കാലം ഞാൻ ഫർണിച്ചർ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് 20,000 ആണ്. ഡിപ്രീസിയേഷൻ 1,000. 20,000. ലെസ് ഡിപ്രീസിയേഷൻ. ഇതിലൊന്നും യാതൊരു മാറ്റമില്ല, കാരണം ഇതൊക്കെ ഒരു ഓർഡിനറി ബാലൻസ് ഷീറ്റ് പോലെ തന്നെ പോകുന്നതായിട്ടാണ്. ഇനി ബിൽസ് റിസീവബിൾ ഒരു ഐറ്റം ഉണ്ട്. ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് 10,000 ആണ്. അപ്പോൾ നമ്മളിനി ആ ടിക്ക് ചെയ്യാത്ത ഐറ്റംസ് എടുത്ത് എഴുതിയാൽ മതി. ഇനി നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് 32,900 ആണ്. 32,900. ഇനി ലെസ് ഫർദർ ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ്സ് 900 ആണ്. അത് ലെസ് ചെയ്യുക. അപ്പോൾ 32,000 കിട്ടും. വീണ്ടും ലെസ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത് 1,600 ആണ്. 1,600. അപ്പോൾ 30,400. അങ്ങനെ ഡെപ്റ്റേഴ്സിൻ്റെ ഒരു എഴുതി കഴിഞ്ഞു നമ്മൾ. ഇനി അടുത്ത ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് 35,000. ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ ഇനി നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എഴുതാനുണ്ട്. ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം ഉണ്ട്. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എഴുതി കഴിഞ്ഞിട്ട് എഴുതാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് 6% ഇൻട്രസ്റ്റിലാണ്. അത് 6% ഇൻട്രസ്റ്റ് എന്ന് തന്നെ എഴുതുക. അപ്പോഴാണ് നമുക്കത് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എഴുതാനുള്ള ഓർമ്മ വരുള്ളൂ. ഇതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നല്ല, ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് എഴുതിയാലും മതി.
ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് 6 മാസത്തേക്കാണ്. അക്രൂഡ് എന്ന് എഴുതിയാൽ മതി, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് എഴുതണ്ട, അക്രൂഡ് എന്ന് എഴുതാം. ഇൻട്രസ്റ്റ് അക്രൂഡ് 1125. 1125. ഇതിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്, അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എഴുതി, ഇൻട്രസ്റ്റ് അക്രൂഡ് എഴുതി, അതിൽ ഇൻഷുറൻസ് ക്ലെയിം, കമ്പനീസ് ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിം, അതായത് നേരത്തെ ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ, ഡിസ്ട്രോയിഡ് ബൈ ഫയറിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി 3000 രൂപ ക്ലെയിം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മുടെ അസറ്റാണ്. ദെൻ അടുത്തായിട്ട് നോക്കാം, ഇൻഷുറൻസ് ക്ലെയിം കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ എഴുതാം. ഇൻട്രസ്റ്റ് അക്രൂഡ് കഴിഞ്ഞു. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? 4025. 4025. അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് 1000 ആണ്. അത് എഴുതാം. ഇനി നമുക്കതിൽ പെറ്റി ക്യാഷ് കൂടിയുണ്ട്. പെറ്റി ക്യാഷ് ഒരു 75. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഇൻഷുറൻസും ഉണ്ട്, സാലറി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഇൻഷുറൻസ് പ്ലസ് സാലറി. ഇൻഷുറൻസ് 500 പ്ലസ് 1000, 500 പ്ലസ് 1000, 1500. ഒന്നിച്ച് സ്പേസ് ഇല്ലാത്ത കാരണം ഒന്നിച്ച് എഴുതിയതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്, എന്താണ്? കറണ്ട് അക്കൗണ്ട് സുന്ദർ. അപ്പോൾ ഞാനതിലൂടെ എഴുതുന്നുണ്ട്, സുന്ദേഴ്സ് കറണ്ട് അക്കൗണ്ട് കോൺട്ര. എത്രയാണ്? ഇവിടെ നമ്മൾ ഈ എമൗണ്ട്, ഈ 1606. ഇത്രയാണ് നമുക്ക് എഴുതാനുള്ളത്. ഒരൈറ്റം വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊന്നും എഴുതാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യാന്നല്ല, ടോട്ടൽ ചെയ്യുക. ബാലൻസ് ഷീറ്റ് അല്ല, അത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 2,35,481 2,35,481. 2,35,481. അതന്നെ അപ്പുറത്തേക്ക് എഴുതുക, 2,35,481. ഡബിൾ ലൈൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 106 ഇല്ലസ്ട്രേഷൻ 15 ആണ്. ഞാൻ വായിക്കാം. തോമസ് ആൻഡ് ഗോമസ് വേർ ഇൻ പാർട്ട്ണർഷിപ്പ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇൻ്റർ എലിയ പ്രൊവൈഡഡ്, അതായത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിലെ മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഗോമസ് ഷുഡ് റിസീവ് എ സാലറി ഓഫ് ₹250 പെർ മന്ത്. 250 രൂപ ഗോമസിന് എന്തായിട്ട് കിട്ടുന്നു? സാലറി ആയിട്ട് പെർ മന്തിൽ ലഭിക്കും, പ്രൊവൈഡ് ചെയ്യണം.
Second point, the interest at 5% per annum should be allowed on capitals and should be charged 5% on drawings. Full stop. The following is the trial balance of the firm as on 31st December 2018. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ ഇൻട്രസ്റ്റ് 5% ഓൺ ക്യാപിറ്റൽസും അതുപോലെ തന്നെ ഡ്രോയിങ്സിന് 5%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5%. ട്രയൽ ബാലൻസ് ഡ്രോയിങ്സ് തോമസ് 2800, ഗോമസ് 3000. അത് കോളം മാറിക്കിടക്കുന്നതാണ്. ക്യാപിറ്റൽസ് തോമസ് 30,000, ഗോമസ് 25,000 ആണ് ഉള്ളത്. പക്ഷേ 10,000 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1,700. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 10,000-ന് ഇൻട്രസ്റ്റ് കാണുന്ന സമയത്ത് നമ്മൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഓഫീസ് ഫർണിച്ചർ, പർച്ചേസസ്, ഫ്യൂവൽ ആൻഡ് ലൈറ്റിംഗ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്, വേജസ്, കാരേജ് ഇൻവേർട്സ്, ജനറൽ എക്സ്പെൻസ്, ട്രാവലിംഗ് അലവൻസ്, സെയിൽസ് റിട്ടേൺസ്, അഡ്വർടൈസ്മെൻറ്റ്, പ്ലാന്റ്, അതൊന്നും വലിയ ശ്രദ്ധിക്കാനില്ല. പർച്ചേസ് റിട്ടേൺ, സെയിൽസ്, സ്റ്റോക്ക്, ഓപ്പണിംഗ് ആണ്, ഡെപ്റ്റേഴ്സ്, കമ്മീഷൻ, സൺട്രി എക്സ്പെൻസസ്, ബിൽസ് പേയബിൾ, BR, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് ക്രെഡിറ്റിലാണ്. ഇപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണത്. ദെൻ റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഓഫീസ് സാലറീസ്, മോട്ടീവ് പവർ എന്ന് പറയുന്നത് ഡയറക്റ്റാണ് കേട്ടോ, ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ്. മോട്ടീവ് പവർ എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഗുഡ് വിൽ 8,000, ഇത്ര ഐറ്റാണ് തന്നിട്ടുള്ള. ഗുഡ് വിൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് വായിക്കാനുള്ളത്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, the stock on 31st December 2018 was valued at rupees 12,600. ക്ലോസിംഗ് സ്റ്റോക്ക് 12,600 രൂപയാണ്. വേറെ ഒന്നും തന്നെ അവിടെ ശ്രദ്ധിക്കാനില്ല. 2, റൈറ്റ് ഓഫ് rupees 1,600 ഫ്രം ഓഫീസ് ഫർണിച്ചർ ആൻഡ് 10% ഓൺ പ്ലാന്റ് ആസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇവിടെ ഓഫീസ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ തന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജിൽ തന്നു, അത്ര വ്യത്യാസമുള്ളൂ. മൂന്നാമത്തെ പോയിൻ്റ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ₹500 ആൻഡ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് ₹350. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 500-ഉം ഇൻഷുറൻസ് പ്രീപെയ്ഡ് 380 രൂപയാണ്. അപ്പോൾ ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ്, ഒന്ന് പ്രീപെയ്ഡ് ആണ്. നമുക്കറിയാവുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. 4, ദേ അഗ്രീഡ് ടു ബ്രിങ് ഡൗൺ ദ ഗുഡ് വിൽ ടു ₹6,000. അവർ ഗുഡ് വില്ല് 6,000 രൂപയാക്കി നിജപ്പെടുത്താൻ തീരുമാനിച്ചു. അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ ഗുഡ് വില്ല് എത്രയാണെന്ന് നോക്കുക. ഇപ്പോഴത്തെ ഗുഡ് വില്ല് 8,000 ആണ്. അപ്പോൾ 8,000 ഉള്ള ഗുഡ് വില്ല് 6,000 ആയിട്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2,000 രൂപ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ആണ്. ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു 2,000. അപ്പോൾ ഗുഡ് വില്ല് ഇനി ബാലൻസ് ഷീറ്റിൽ 8,000 ഉണ്ടാവില്ല, 6,000 ഉണ്ടാവുള്ളൂ. അതേസമയം തന്നെ P&L അക്കൗണ്ടിൽ 2,000 രൂപ ഗുഡ് വില്ല് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ഡിസൈഡഡ് ടു പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അറ്റ് 10%. ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 10% പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അടുത്തത് 5ാമത്തെ പോയിൻ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തോമസ് ₹75 ആൻഡ് ഗോമസ് ₹80. തോമസിന് 75, ഗോമസിന് 80 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2018 ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക ആദ്യം തന്നെ. അതിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. 2 ഐറ്റം സെപ്പറേറ്റ് വരുന്നുണ്ട്. ഒന്ന് ഫ്യൂവൽ ആൻഡ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഐറ്റം. ഫ്യൂവൽ ആൻഡ് ലൈറ്റിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്യൂവൽ ആദ്യം വരുന്ന കാരണം കൊണ്ട് തന്നെ അത് ഡയറക്റ്റ് ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. മോട്ടീവ് പവർ അടുത്തൊരു ഐറ്റമാണ്. തെറ്റാൻ സാധ്യതയുണ്ട്. മോട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന പവറാണ്. അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രൊവിഷൻ ബാഡ് ഡെപ്റ്റ് പറഞ്ഞിട്ടില്ല. പ്രൊവിഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 10% 10% ആണ് പ്രൊവിഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെപ്റ്റേഴ്സ് നമുക്കറിയാം 30,500 ഡെപ്റ്റേഴ്സ്. അതിൻ്റെ പ്രൊവിഷൻ 10% പറഞ്ഞാൽ 3,060 രൂപയാണ് വരിക അല്ലേ. ദെൻ നമുക്കിവിടെ റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഓൾറെഡി ഉള്ള പ്രൊവിഷൻ 4,050. അപ്പോൾ അത് കുട്ടികൾക്ക് പുതിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് പുതിയതായിട്ട് പഠിക്കാനുള്ളതാണ്. സ്വാഭാവികമായിട്ടും +2 ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അറിയുണ്ടാവാം. എന്നാലും ഇവിടെ പുതിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എടുക്കുമ്പോൾ അത്തരം ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എക്സാമിനേഷനൊക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഓൾഡ് പ്രൊവിഷൻ കൂടുകയാണെങ്കിൽ, സാധാരണ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്തിട്ട് ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്തിട്ട് ഓൾഡ് പ്രൊവിഷൻ കുറയ്ക്കുകയാണ് പതിവ്. അതിൻ്റെ അർത്ഥം ഓൾഡ് പ്രൊവിഷൻ ചെറുതായിരിക്കും, ന്യൂ പ്രൊവിഷൻ കൂടുതലായിരിക്കും എന്നുള്ള ഒരു അസംഷൻ, അങ്ങനെയാണ് ചെയ്തു പോരുക. ഇവിടെ ഓൾഡ് പ്രൊവിഷൻ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് റിവേഴ്സ് എൻട്രിയാണ് വരിക, ബൈ സൈഡിലാണ് വരിക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഓൾഡ് പ്രൊവിഷൻ ആദ്യം എഴുതുക, ലെസ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ ഓൾഡ് പ്രൊവിഷൻ്റെ അത്ര പോലും ന്യൂ പ്രൊവിഷൻ വേണ്ടാന്ന് പറഞ്ഞാൽ എക്സസ് പ്രൊവിഷനാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം? നമുക്ക് ഇൻകമായിട്ട് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4,050 നിന്ന് 3,060 കുറച്ചാൽ കിട്ടുന്ന 990 രൂപ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതുപോലെ 2,000 രൂപ ഗുഡ് വില്ല് എന്ത് ചെയ്യാം? ഗുഡ് വില്ല് ഡെബിറ്റ് ചെയ്യണം. അത് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞ് 2,000 രൂപ നമ്മൾ കാണിക്കണം. ദെൻ ബാലൻസ് ഷീറ്റിലെ ഗുഡ് വില്ല് 8,000 നിന്ന് 2,000 കുറച്ച് 6,000 പുറത്തേക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ P&L അക്കൗണ്ടിൽ പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാനില്ല. ഇനി P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. ഒക്കെ സാധാരണ ഐറ്റംസ് തന്നെയാണ്. സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെയുള്ള ഐറ്റംസാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലും അത് തന്നെ. ബാലൻസ് ഷീറ്റിലും പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ പ്രൊവിഷൻ കുറയ്ക്കണം. അതിൽ മാറ്റമില്ല. അതേപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്ലാന്റ് ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ ഫർണിച്ചർ ഡിപ്രീസിയേഷൻ പോലുള്ള ഐറ്റംസ് കൃത്യമായിട്ട് ചെയ്യുകയും വേണം. പിന്നെ അതിൽ വേറൊന്നുമില്ല, സാധാരണ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. എന്തായാലും ഇവിടെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ നിർബന്ധമായിട്ടും വരച്ചേ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സമയം നമ്മുടെ ക്ലാസ്സിൽ എന്തായാലും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? തുടക്കത്തിൽ തന്നെ അത് വർക്ക് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഞാൻ അവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.